ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജനയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അജയ്ക്ക് മുൻപിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഭൂമിയെ വിവാഹം കഴിക്കുക. അതായത് ഒരു എഗ്രിമെൻ്റ് വിവാഹം, മറ്റെല്ലാവർക്കും മുൻപിൽ വെറും ഒരു ഭാര്യയെ അഭിനയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അജയ് ആണെങ്കിൽ ആൽഫ്രഡിനെ കൊണ്ട് ഭൂമിയോട് സംസാരിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഭൂമി അതിനോട് താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെ മറ്റുള്ളവരെ ചതിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ വേഷം കെട്ടാൻ ഒരിക്കലും ഞാൻ തയ്യാറാവില്ല. അതെൻ്റെ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുമാത്രമല്ല എൻ്റെ അമ്മയും അതറിഞ്ഞാൽ ഒരുപാട് വേദനിക്കപ്പെടും. അതുമാത്രമല്ല, സൗഭാഗ്യപുരത്ത് എല്ലാവരും അജയുടെയും അഞ്ജനയുടെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും മുൻപിൽ അപ്രതീക്ഷിതമായി ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്താൽ അത് ആരെ കൊണ്ടും താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അതുമാത്രമല്ല, എന്നിൽ അവർ അത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, മുത്തശ്ശി ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ അവരോട് ഈ സ്ഥിതി ചെയ്യാൻ ഞാൻ ഒരിക്കലും ഒരുക്കമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തന്നെ, അതായത് നമ്മുടെ അംബികേനെ ജയിലിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഒരുപാട് പണം വക്കീലിന് വാരി എറിയേണ്ടതുണ്ട്. അപ്പോൾ വക്കീല് കേസ് വിജയിക്കുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ അതിന് പ്രതിഫലമായി ലക്ഷങ്ങളാണ് പ്രതിഫലമായി ചോദിച്ചിരിക്കുന്നത്. അത് ഭൂമിയെ കൊണ്ട് ഒരിക്കലും കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ മുൻപിൽ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടും ഭൂമിയുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഭൂമി ആ ഒരു കാര്യത്തിന്, അതായത് അജയ് പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് സമ്മതിക്കാൻ കേട്ടോ. ആൽഫ്രഡ് പറയുന്നുണ്ട് അംബികയുടെ, തൻ്റെ അമ്മയുടെ എല്ലാ കേസിനുള്ള എല്ലാ ചെലവുകളും അജയ് വഹിക്കും എന്നുള്ള ആ ഒരു ഉറപ്പിൻ പ്രകാരം ഭൂമിയാണെങ്കിൽ മനസ്സോടുകൂടിയാണെങ്കിലും ഈ ഒരു എഗ്രിമെൻ്റ് വിവാഹത്തിന് സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ അജയ് ആണെങ്കിൽ ഭൂമിയെ വിവാഹം കഴിച്ച് താലി ചാർത്തി ഒരു അമ്പല നടയിൽ വെച്ച് ആൽഫ്രഡിൻ്റെ മുൻപിൽ, ആൽഫ്രഡിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ ഒരു താലി ചാർത്തി അജയ് ആണെങ്കിൽ ഭൂമിയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന സൗഭാഗ്യമംഗലമാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഭവാനി ആണെങ്കിലും ഒരിക്കലും ഭവാനി പ്രതീക്ഷിക്കുന്നതല്ലായിരിക്കും ഈ ഒരു തിരിച്ചടി. അങ്ങനെ അപ്രതീക്ഷിതമായി അജയ് തന്നേക്കാൾ മുൻപ് ഗോളടിച്ച ആ ഒരു അപ്രതീക്ഷ ഞെട്ടലിലായിരിക്കും കേട്ടോ ഭവാനി. അപ്പോൾ തൻ്റെ മകൾക്ക് താൻ കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമവും സങ്കടവും പ്രയാസവും ഒക്കെ തന്നെ നമ്മുടെ ഭവാനിയുടെ ഉള്ളിലും ഉണ്ടായിരിക്കും കേട്ടോ. അഞ്ജനയാണെങ്കിലും ഇനി ഒരു തടസ്സവുമില്ല, എല്ലാം തൻ്റെ വിരൽത്തുമ്പിലായി എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുകയായിരുന്നിരിക്കും. പക്ഷേ അജയ് അപ്രതീക്ഷിതമായി ഭൂമി വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ എല്ലാവർക്കും അതൊരു അടിയായി മാറുകയാണ് കേട്ടോ. മുത്തശ്ശിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. മുത്തശ്ശിക്കും അത് സത്യനും അതെ കേട്ടോ, ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഭൂമിയെ. കാരണം വിവാഹ നിശ്ചയം വരെ എത്തി, വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിനുള്ള വസ്ത്രങ്ങളും ഓർണമെൻറ്റ്സും ഒക്കെ എടുത്തതിന് ശേഷം ആ വിവാഹം മുടങ്ങുക എന്ന് പറയുന്നത് അത് അത്ര ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലായിരിക്കുമല്ലോ. അത് മാത്രമല്ല, ഭവാനീനെ മകളെയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞത് തന്നെ നമ്മുടെ അജയ് ആണെങ്കിൽ താൻ അഞ്ജനയെ വിവാഹം കഴിക്കാം എന്നുള്ള വാക്കിൻ പ്രകാരമായിരിക്കും. അപ്പോൾ എല്ലാവരെയും ചതിച്ച അജയിനെ എല്ലാവരും ഒന്ന് തള്ളിപ്പറയുകയാണ് കേട്ടോ. മുത്തശ്ശിയാണെങ്കിലും ഇറക്കി വിടാൻ വരെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അജയുടെ അമ്മയുടെ ഇടപെടൽ മൂലം സംഗീതയാണെങ്കിൽ കരഞ്ഞ് കാല് പിടിച്ചിട്ടായിരിക്കും കേട്ടോ മുത്തശ്ശി അവരെ അവിടെ താമസിപ്പിക്കാൻ അനുവദിക്കുന്നത് തന്നെ. അങ്ങനെ ഭൂമിയോടുള്ള ആ ഒരു അച്ഛൻ്റേതായിട്ടുള്ള ആ ഒരു അട്രാക്ഷനും അതുപോലെ അച്ഛൻ്റേതായിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവും ഒക്കെ അവിടെ നിലയ്ക്കുകയാണ് കേട്ടോ. അതായത് സത്യനും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ബന്ധം. കാരണം സത്യനും ഒരിക്കലും സഹിക്കാനാവുന്നില്ല അജയ് ഈ ഒരു ചതി ചെയ്തത് തന്നെ. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് എല്ലാവരും അവിടെ എതിരായിരിക്കും കേട്ടോ. എങ്കിലും സംഗീതം മാത്രമേ ഉള്ളൂ ഭൂമിയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും മുൻപിൽ ഒരു കരുതലോടുകൂടി സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് സംഗീതം മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ സംഗീതയാണെങ്കിൽ അജയോട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഇതൊക്കെ, ഇതാണോ നീ പറഞ്ഞ വഴി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ നയനനെ അത്രമാത്രം സ്നേഹിക്കുന്ന നീ എങ്ങനെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അജയോട് ചോദിക്കുമ്പോഴായിരിക്കും അജയ് പറഞ്ഞത്, എൻ്റെ മുൻപിൽ മറ്റൊരു വഴിയില്ല, എൻ്റെ നയന തിരിച്ചു പറഞ്ഞത് വരെ ഭൂമിയായിരിക്കും എൻ്റെ ഭാര്യ എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷെ അതൊരു എഗ്രിമെൻ്റ് വിവാഹമാണെന്നോ ഒന്നും പറയുന്നില്ല. നയന തിരിച്ചു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് മാത്രമായിരിക്കും അജയ് പറയുന്നത്. അപ്പോഴും സംഗീത ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്തുകൊണ്ട് ഭൂമി വിവാഹം കഴിച്ചു? അതെനിക്കിപ്പോൾ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളൊന്നും വ്യക്തമാക്കാത്ത രീതിയിൽ പറഞ്ഞു പോവുകയാണ് കേട്ടോ അജയും.
അങ്ങനെ ഭൂമിയും അജയും കൂടെ തങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെ മുൻപിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ രണ്ടുപേരും. എങ്കിലും പൊള്ളുന്ന വേദനയോടുകൂടി ആയിരിക്കും കേട്ടോ അജയുടെ ജീവിതം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും തിരിച്ചു വരുന്ന നയനേനെ ആകെ വിലപിച്ചിരിക്കുന്ന അജയിനെ ആയിരിക്കും കേട്ടോ ഓരോ എപ്പിസോഡുകളിലും കാണിക്കുന്നത്. അത് മാത്രമല്ല, തന്നെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന അച്ഛമ്മയും അതുപോലെ തന്നെ സത്യനങ്ങളും അങ്ങനെ എല്ലാവരും തന്നിൽ നിന്നും അകന്നു പോയതും അജയ്ക്ക് വല്ലാത്തൊരു വിഷമമായിരിക്കും കേട്ടോ. മറുവശത്ത് ഭൂമിയും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഒരു കുടുംബത്തെ മുഴുവൻ ചതിച്ചുകൊണ്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത്. തനിക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്, എങ്കിലും ഒരു കുടുംബത്തിന് മുഴുവൻ കണ്ണീർ ഏൽക്കേണ്ടി വന്നല്ലോ എന്നാലോചിച്ച് വല്ലാത്ത പ്രയാസത്തിലായിരിക്കും കേട്ടോ ഭൂമിയും. അങ്ങനെ അജയുമായിട്ടുള്ള ഒരു ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ അഞ്ജനയും അതുപോലെ തന്നെ ഭവാനിയാണെങ്കിലും ഭൂമിയും അതുപോലെ തന്നെ അജയും രണ്ട് സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നതൊക്കെ ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് അജയ് പറയുന്നുണ്ട്, ആർക്കും മുൻപിലും ഒരു സംശയത്തിനും ഇട കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ താനിനി എൻ്റെ കൂടെ കട്ടിലിൽ കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ കട്ടിലായിട്ട് കിടത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഭൂമിയുടെ എല്ലാ വിഷമങ്ങളിലും സങ്കടങ്ങളിലും ഒപ്പം നിൽക്കാൻ കേട്ടോ അജയ്. അങ്ങനെ കൂടുതൽ അജയ് ഭൂമിയെ മനസ്സിലാക്കാൻ കേട്ടോ. രണ്ടുപേരും പരസ്പരം അസുഖം വരുമ്പോൾ ശുശ്രൂഷിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പരസ്പരം ഷെയർ ചെയ്യാൻ കേട്ടോ. ശരിക്കും ഒരു നല്ലൊരു കൂട്ടുകാരെ പോലെ ആയി മാറുകയാണ് കേട്ടോ ഭൂമിയും അജയും. അംബികയുടെ കേസിന് ആവശ്യമായിട്ടുള്ള പണം നൽകാനും അതുപോലെ തന്നെ കേസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ അജയ് നൽകുന്നുണ്ട് കേട്ടോ. അജയ് ഭൂമിയെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീ ഷോപ്പൊക്കെ ആണെങ്കിലും പിന്നെ നിർത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ ഭൂമി പറയുന്നുണ്ട്, അതെനിക്ക് വലിയൊരു സ്വപ്നവും എൻ്റെ ആ ഒരു ആഗ്രഹവുമാണ്, എൻ്റെ അച്ഛനിട്ട് വന്നാണ്, അതുകൊണ്ട് എനിക്കത് നടത്തണം എന്ന് പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, വേണ്ട, ഇനി അത് വേണ്ട, ഇപ്പോൾ താൻ ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെ മുൻപിലാണെങ്കിലും എൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ അവിടെ പോയി ടീ ഷോപ്പ് താൻ നടത്തുമ്പോൾ അതിന് പിന്നെ പല ചോദ്യങ്ങൾ വരും, പിന്നെ പല ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും, അതുകൊണ്ട് താൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ താൻ തൻ്റെ അമ്മയുടെ കേസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് ഇറങ്ങുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സംഗീതയാണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഭൂമി വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അമ്മയുടെ മോൻ ഒരു പാവമാണ്, പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് അമ്മയുടെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്, അമ്മ ഒരിക്കലും ശപിക്കരുതെന്ന് പറയുമ്പോൾ സംഗീത പറയുന്നുണ്ട്, അവൻ്റെ മനസ്സ് എനിക്കറിയാം, എനിക്കങ്ങനെ ശപിക്കാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഭൂമിയോട് പറയുന്നുണ്ട്, മോള് അവനെ ഇഷ്ടപ്പെട്ട് തന്നെയാണോ ഇങ്ങോട്ട് വന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവനോട് ചോദിച്ചിട്ട് ഒരു കാര്യം അവൻ വ്യക്തമായിട്ട് പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, അതൊക്കെ അജയ് പറഞ്ഞോളും, അമ്മയ്ക്ക് അമ്മയുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി ഒരു ദിവസം കിട്ടും, അമ്മ ഇപ്പോൾ അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയാൻ കേട്ടോ. എന്നാലും അഞ്ജനനെ വെറുപ്പിച്ചിട്ട് മോളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ്, എല്ലാവരും മോളെ ഇങ്ങനെ ശത്രുപക്ഷത്തിൽ നിന്ന് കാണുന്നത്, മോള് വിഷമിക്കല്ലോ കേട്ടോ, മോളുടെ അച്ഛൻ മരിച്ചതും അതുപോലെ തന്നെ അമ്മ ജയിലിൽ അതിൻ്റെയൊക്കെ ദുഃഖം മോൾക്കുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും മോൾ അകറ്റി നിർത്തതിൻ്റെ ദുഃഖവും മോൾക്ക് നന്നായിട്ടുണ്ട് എന്ന് എനിക്കറിയാം, മോള് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, കുറച്ച് നാളുകളായിട്ട് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, എല്ലാത്തിനും തരണം ചെയ്യേണ്ടതൊക്കെ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ കരിങ്കല്ലായിട്ട് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു, അതുകൊണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു സങ്കടം മാത്രമേ ഉള്ളൂ. മുത്തശ്ശിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു സത്യൻ സാറിനും, അപ്പോൾ അവരിൽ നിന്ന് അകലേണ്ടി വന്നല്ലോ എന്നോർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്, സാരമില്ല, പോകെ പോകെ എല്ലാം ശരിയാകും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സംഗീതയും പറയുന്നുണ്ട്, എല്ലാം ശരിയായിക്കോളും, മോളെ ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് സംഗീതയും നമ്മുടെ ഭൂമിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭവാനി ആണെങ്കിലും അതുപോലെ തന്നെ അഞ്ജനയാണെങ്കിലും ഓരോ നിമിഷവും ഭൂമിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭൂമി പാചകം ചെയ്യുമ്പോൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. ഭൂമി ശരിക്കും ഒരു വേലക്കാരി എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യായിരിക്കും കേട്ടോ എല്ലാവരും. അതിന് ഭവാനിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് മുത്തശ്ശിയും ഉണ്ടായിരിക്കും കേട്ടോ. കാരണം തൻ്റെ കൊച്ചുമകളെ അജയിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അതിയായ ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു അപ്രതീക്ഷിത ഒരു വിവാഹം നടന്നത് മുത്തശ്ശിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഭവാനിയുടെ മഞ്ജനയുടെ സങ്കടം കൂടെ കാണുമ്പോഴത്തേക്കിനും മുത്തശ്ശിയാണെങ്കിൽ ശരിക്കും ഭൂമിയെ വെറുത്തു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അടിച്ചിറക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ.
മുത്തശ്ശിക്കും ആണെങ്കിലും. അപ്പോൾ ഭവാനിയും അഞ്ജനയോട് പറയുന്നുണ്ട്, ഇപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ തകർക്കാൻ ഞാൻ ഒരിക്കലും ഒരുക്കുമല്ല. ഭൂമി ഇല്ലാണ്ടായാൽ പിന്നെ അവൻ ബ്രഹ്മചാരിയായിട്ടൊന്നും ജീവിക്കാൻ പോകുന്നില്ലല്ലോ, മറ്റൊരു വിവാഹം അവൻ കഴിക്കില്ലേ, അത് നീ ആയിരിക്കും എന്ന് പറയുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, ഇനിയും നമ്മൾ അതിൻ്റെ പുറകെ നടക്കണോ അമ്മേ, ഞാൻ മടുത്തു. ആ അജയ്ക്ക് എന്നെ കണ്ണിന് കണ്ടുകൂടാ. അജയ് ഇപ്പോൾ ഭൂമി വിവാഹം കഴിച്ചുകൊണ്ട് ഇത്ര ധൈര്യത്തോടെ കയറി വന്നു. ഇനി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ നമ്മൾക്ക് അവളുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നൊക്കെ അഞ്ജന പറയുമ്പോൾ നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, എടിയും നീ അങ്ങനെ കാര്യങ്ങളൊന്നും അത്ര ചെറുതായി നീ കാണണ്ട. എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇനിയും എന്നെ കൊണ്ട് സാധിക്കും. നമ്മൾ ഗോൾ അടിക്കുന്നതിന് മുൻപിൽ ഒരു ഗോൾ അവൻ കൂട്ടിയടിച്ചു, അങ്ങനെ നീ കരുതിയാൽ മതി. സാരമില്ല, ഇന്നവൻ ഭൂമിയെ വിവാഹം കഴിച്ചു കൊണ്ട് വന്നു, പക്ഷേ ആ ബന്ധം അത്ര കാലം ശാശ്വതമായിട്ട് നിൽക്കില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ മോളെയും എന്നെ പറ്റിച്ചിട്ട് അവൻ ഒരുത്തിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് വേണ്ടിയിട്ടാണ് ആ നായനെ പോലും ഞാൻ കൊന്നത്, അത് നീ മനസ്സിലാക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ നമ്മുടെ അജയ്. അങ്ങനെ ആകെ തകർന്നു പോകുകയാണ് കേട്ടോ അജയ്. അങ്ങനെ അജയ് പെട്ടെന്ന് തന്നെ ഡോറ് തള്ളി തുറന്ന് കയറി വരുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ നമ്മുടെ ഭവാനിയും അതുപോലെ തന്നെ അഞ്ജനയും കൂടെ. എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞ് കഴുത്തിന് പിടിക്കുകയാണ് കേട്ടോ ഭവാനിയുടെ അജയ്. അപ്പോൾ അഞ്ജനയാണെങ്കിൽ അലറി വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്, എൻ്റെ അമ്മേനെ വിട് അജയ്, എന്താ ഇത്, എൻ്റെ അമ്മേനെ വിട് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ നയനനെ നിങ്ങൾ എന്താ ചെയ്തത്, എൻ്റെ നയനനെ നിങ്ങൾ എന്താ ചെയ്തത് എന്ന് പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, നിൻ്റെ നയനനെ എന്ത് ചെയ്താലും നിനക്കെന്താ, നീ ഇപ്പം മറ്റൊരു വിവാഹം കഴിച്ചില്ലേ, ഇനി അവളുടെ കാര്യം നീ എന്തിനാ അറിയുന്നത് എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞോളാം, അല്ലെങ്കിൽ ഇത് പോട്ടി നിങ്ങളെയും നിങ്ങളുടെ മകളെയും ഞാൻ കൊന്നുകളഞ്ഞു, മര്യാദയ്ക്ക് പറഞ്ഞോളാം, എൻ്റെ നായനെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറയുമ്പോൾ അവളെ ഞാൻ കൊന്നുകളഞ്ഞു എന്നിങ്ങനെ അലറി വിളിക്കാനോട്ടോ ഭവാനി. ഈ സത്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ അജയ് ആണെങ്കിൽ ഭവാനിയുടെ ചെകിട്ട് നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ അജയ് അങ്ങനെ മുത്തശ്ശിയോടും എല്ലാവരെയും വിളിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ആൽഫ്രഡും വരുന്നുണ്ട്. ആൽഫ്രഡും വന്നിട്ട് നിറ കണ്ണുകളോടുകൂടി പറയാണ്, എൻ്റെ അനിയത്തിയെ നിങ്ങൾ കൊന്നല്ലേ, ഈ ശിക്ഷ ഇതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭവാനിയുടെ നേർക്ക് കൈ ഓങ്ങുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ സത്യൻ വന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട ആൽഫ്രഡെ, അവരെ ഒന്നും ചെയ്യണ്ട, നമ്മളല്ല അവർക്ക് ഇതിനുള്ള ശിക്ഷ നൽകേണ്ടത് കോടതിയാണ്. കോടതിക്ക് മുൻപിൽ ഇവരെ കൊണ്ടുചെന്നാൽ മതി, എല്ലാ തെളിവുകളോടുകൂടി കോടതിയിൽ സമർപ്പിച്ചാൽ മതി, ബാക്കി കോടതി നോക്കിക്കോളും, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, ഇവളെ കൊന്നിട്ട് നിങ്ങൾ പോയി ജയിലിൽ കിടക്കാനോ എന്ന് പറയാനോട്ടോ. അങ്ങനെ ദേഷ്യം അമർഷ്യം അമർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ ഭവാനിനെ അറസ്റ്റ് ചെയ്യാനിട്ടോ അജയും പോലീസുകാരും കൂടെ